ഒരു വൈൽഡ് ലൈഫ് ഫിലിം മേക്കർ ആവാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഡ്രീം. ആ ഡ്രീമിലേക്ക് ഞാൻ കുറേ എഫേർട്ട് ഇടും, ഇൻവെസ്റ്റ് ചെയ്യും. ടൈം ആയാലും മണി ആയാലും എല്ലാം ചെയ്തു. ബട്ട് പല പല ലെയറായിട്ട് വന്ന് അവസാനം എനിക്ക് തിരിച്ച് ഞാൻ എവിടെ നിന്നാണോ കോളേജെല്ലാം പഠിച്ചു തുടങ്ങി അങ്ങോട്ട് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. സോ എൻ്റെ കയ്യിലും എക്യുപ്മെൻറ്റ്സ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഞാനൊരു റോക്ക് ബോട്ടം അടിച്ചിട്ട് അവിടെ നിന്ന് ഇനി സ്ക്രാച്ചിൽ നിന്ന് പതിയെ മുകളിലേക്ക് വരേണ്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത്. സോ ഇതെന്നെ സംബന്ധിച്ചോളം ഒരു എക്സ്പെൻസീവ് ഹോബിയായി മാറിക്കഴിഞ്ഞു. ഈ ഒരു സാക്രിഫൈസ് എനിക്ക് ഇപ്പം ചെയ്തേ പറ്റുള്ളൂ. മേ ബി ഇറ്റ് വിൽ ഹെൽപ്പ് മീ ഇൻ ദ ഫ്യൂച്ചർ. പാരലലി കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും അത് നടക്കുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടും. അതുകൊണ്ട് ഇനിയും ഒരു ഗ്യാപ്പ് എടുത്തേ പറ്റുള്ളൂ. കഴിഞ്ഞ ഒരു കൊല്ലം ഗ്യാപ്പ് എടുത്തിട്ടും ശരിയായില്ല. കാരണം ഇപ്പോൾ സഫാരി അതേപോലെ നാഷണൽ പാർക്കുകളിലെല്ലാം പോകാമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കബനിയിലും ബന്ദിപ്പൂരൊക്കെ ഒരു സഫാരിക്ക് 500mm മുകളിലുള്ള ക്യാമറ കൊണ്ടുപോകണമെങ്കിൽ 1300 to 1700 എന്തോ കൊടുക്കണം, അവിടെ നിൽക്കുന്ന എക്സ്പെൻസ് കൂടാതെ. സോ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് ബിക്കമിങ് എൻ എക്സ്പെൻസീവ് ഹോബി ഫോർ മീ, ലൈക്ക് എ ലയബിലിറ്റി. അങ്ങനെ പറയുന്നതിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ക്യാമറയൊന്നും മേടിച്ചേ. സോ I have to do this. കാരണം ഈ റോക്ക് ബോട്ടം എവിടെയാണോ അവിടെ നിന്ന് ഇനി പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വന്നേ പറ്റുള്ളൂ. അതിനെനിക്ക് പല പല പ്ലാനുകളുണ്ട്. വെറുതെ കയറി വരാ എന്നല്ല എൻ്റെ ഉദ്ദേശം. ബട്ട് അതിന് ഞാൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സാക്രിഫൈസ് സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പോൾ വൈൽഡ് ലൈഫ് വീഡിയോസ് ചെയ്യണമെങ്കിൽ കാട്ടിലോട്ടൊക്കെ പോകണമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ബട്ട് നമ്മുടെ ചുറ്റിനും പക്ഷികളും എല്ലാം ഉണ്ട്. ബട്ട് അതൊരു മൂവി മേക്കിംഗ് രീതിയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം എൻ്റെ പഴയ വീഡിയോസ്, എൻ്റെ വേറൊരു ചാനലുണ്ട്, അതിനകത്ത് ഇട്ടിരുന്ന വീഡിയോസ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ഞാൻ നേരത്തെ പോയി ചെയ്തിരുന്ന വീഡിയോസാണ്. ബട്ട് എവിടെ വെച്ചോ ആ ഒരു കണക്ഷൻ കട്ടായിപ്പോയി. പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു. പിന്നെ ഫൈനാൻഷ്യലി കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി. സോ ഹോപ്പ്ഫുള്ളി ഓൾ ഫോർ ദ ബെസ്റ്റ്.